എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം? ഇന്നലെ കുറേ പേർക്കെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയല്ലേ ലൈവ് വന്നിട്ട്? അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പരമാവധി ആഴ്ചയിലൊരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ലൈവ് വരാൻ ശ്രമിക്കുക കേട്ടോ. ഐ തിങ്ക് മെമ്പേഴ്സിന് മാത്രമായിട്ട് എനിക്കിപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മെമ്പേഴ്സ് കുറവാണിപ്പോൾ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇത് സബ്സ്ക്രൈബേഴ്സ് അല്ല ഞാൻ പറയുന്നത്, പെയ്ഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നൊരു മിനിമം നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് മെമ്പേഴ്സ് ഓൺലി ഇത് ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് കാണാം, എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ലൈവിൽ നിങ്ങൾ മെമ്പറാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി തരും കേട്ടോ. ഞാൻ അത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് നമുക്ക് നോക്കാം. അവരുടെ മനസ്സിലും ജീവിതത്തിലും, അതായത് നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ ഉണ്ടല്ലോ, അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിലും മനസ്സിലും നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കെൽറ്റിക് ക്രോസ് തന്നെ ചെയ്യാം. ഇത് നമ്മൾ കുറേ മുന്നേ നോക്കിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, കെൽറ്റിക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. കുറേ ഡീറ്റെയിൽഡായിട്ട് നമുക്കറിയാൻ സാധിക്കും. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അവരുടെ ലൈഫിൽ എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ, മനുഷ്യൻ്റെ എനർജീസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഷഫിൾ ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല മൂമെൻറ്റ്സ്, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം, നെഗറ്റീവ് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. തുടങ്ങാം. അപ്പോൾ ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എൻ്റെ വ്യൂവേഴ്സിനുള്ള സ്ഥാനം എന്താണ്? ഹൗ ഡു ദെയർ പേഴ്സൺ വാല്യൂ ദം ഇൻ ദെയർ ലൈഫ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ അവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്ഥാനം അവരുടെ പേഴ്സൻ്റെ ലൈഫിൽ എത്രത്തോളം ഉണ്ട്, അവരെത്രത്തോളം അവരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരും പ്ലീസ്. എടുക്കണേ. ജസ്റ്റിസ്, ഏസ് ഓഫ് സ്വാർഡ്സ്, Knight of Cups, Chariot, Wheel of Fortune, 8 of Wands, the Sun. ആസ് ഇറ്റ് ഈസ് നല്ല ലെവലിൽ തന്നെയാണ് ഇവർ നിങ്ങളെ കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു സ്ട്രോങ് പ്രസൻസ് ആണ് എന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളാണ് അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്നൊക്കെ, നിങ്ങളാണ് അവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി, ഗുഡ് ലക്ക് എന്നെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ന്യായമേ പ്രവർത്തിക്കൂ എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കെൽറ്റിക് ക്രോസ് ആയതുകൊണ്ട് എല്ലാ കാർഡ്സും 3 കാർഡ്സ് വെച്ച് നമ്മൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീപ്പറായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇതിൽ മേജർ അർക്കാന കാർഡ്സ് വന്നിട്ട് ചാരിയറ്റ് ക്യാൻസർ കർക്കിടക രാശി കണക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റിസ് തുലാ രാശി ലിബ്ര കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ സൺ ലിയോ രാശിയും കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് വോൺസിൻ്റെയും സ്വോർഡ്സിൻ്റെയും കപ്സിൻ്റെയും എനർജിയും കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതായത് കാർഡ്സിൻ്റെ അതേപോലെ സോഡിയാക്കിൻ്റെയും ഡേറ്റ്സ് വെച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ പറ്റുമെന്നറിയില്ല, അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ്. വൈ ഈസ് ജസ്റ്റിസ് കാർഡ്? ഹൗ ഡു ദേ വാല്യൂ മൈ വ്യൂവേഴ്സ്? വൈ ഈസ് ജസ്റ്റിസ് കാർഡ് ഹിയർ? The Fool, the Star, 2 of Cups.
ഓക്കെ, മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫിൽ ഇവരെന്തോ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിന്നപ്പോൾ ഒന്നുകിൽ ഒരു ഡിവോഴ്സ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു കോർട്ട് കേസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു അവർ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇതായിട്ട് നിൽക്കുമായിരുന്നു, എന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമായിരുന്നു. മെയിനായിട്ട് കോർട്ട് റിലേറ്റഡ് കാര്യങ്ങളുമായിട്ടാണ്. പ്രോബബ്ലി ഒരു ഡിവോഴ്സ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് വഴക്കിട്ടിട്ട് ഇവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ടല്ലോ, ഒരു സ്വത്ത് തർക്കം അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് വന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ അടുത്ത് കുറച്ച് കെയർഫ്രീ, ഇവർ ടെൻസ്ഡായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവർക്ക് ഒന്ന് കെയർഫ്രീ ആവാനും അവരൊന്ന് റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ ഹീല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ, അതായത് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് ഇവരുടെ കൂട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പോസിറ്റിവിറ്റി അത് ഇവർക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ ഈ കോർട്ട് കേസ് ഒരു ഒത്തുതീർപ്പായി കാണണം, ഒത്തുതീർപ്പായിട്ട് ഇവർ ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവർ റിലാക്സ് ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ ഇവർ പഠിച്ചു. ഓക്കെ, ആ ഒരു സ്നേഹം, ആ പ്രോസസ്സിൽ ഗ്രാജ്വലി നിങ്ങൾ തമ്മിൽ അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിച്ചു തുടങ്ങി. ഓക്കെ, നിങ്ങൾക്കും പരസ്പര സ്നേഹം തന്നെയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു സ്റ്റാറാണ് നിങ്ങൾ, അതായത് ഏറ്റവും പോസിറ്റീവായിട്ട് ഫുൾ കാർഡിന് മേജറായിട്ട് സണ്ണാണ്, സൂര്യനാണ് റൂൾ ചെയ്യുന്നത് കേട്ടോ. അവരുടെ ലൈഫിൽ സണ്ണും സ്റ്റാറും എന്ന് വെച്ചാൽ വെളിച്ചം, പോസിറ്റിവിറ്റി നിങ്ങളാണ് എന്നിവർ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈഫിലുണ്ടെങ്കിലേ ഇവർക്ക് ലൈഫിൽ സന്തോഷമുണ്ടാവുള്ളൂ എന്നിവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് ഇവർ അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കൂടിയേ തീരൂ എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത്. ഓക്കെ, ഫുള്ള് വെച്ചിട്ട് ഏരീസ് മേടരാശിക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ് കുംഭരാശിക്കാരും ആ ഒരു ഗണത്തിൽ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മൂന്നും മേജർ അർക്കാനയാണ്. ജസ്റ്റിസ്, ലിബ്ര, തുലാരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് അവർ നിങ്ങളെ പറ്റി വിചാരിക്കുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് സ്വാർഡ്സ്. എന്ത് പുതിയ തുടക്കമാണ് എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായത് എൻ്റെ വ്യൂവേഴ്സ് മൂലം. ഏസ് ഓഫ് സ്വാർഡ്സ്, okay, 10 of Pentacles, the World, 3 of Cups. ഇതും തന്നെ, അതായത് നിങ്ങൾ ഇവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കണം കേട്ടോ. വളരെ ക്ലോസ് ഫ്രണ്ട്, ഫാമിലി പോലത്തെ ഫ്രണ്ട്. ഓക്കെ, ഇവരുടെ ഫാമിലിയുമായിട്ട് ഇവർക്ക് ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായ സമയത്ത്, അതായത് ഒരു ഫാമിലി സ്റ്റെബിലിറ്റി ഇൻസ്റ്റേബിൾ ആയ സമയത്ത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ ആയിരുന്നിരിക്കണം ഇവരും നിങ്ങളും, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ നിന്നൊരു ലോങ് ഡിസ്റ്റൻസിലായിരുന്നിരിക്കണം. ഓക്കെ, അവിടെ ചില തെറ്റിദ്ധാരണകൾ ഇവരുടെ ഫാമിലിയെ പറ്റിയിട്ടോ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയെ പോലെ വിചാരിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ കണക്ഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവിടെ ഇവർക്ക് സത്യം ബോധ്യപ്പെടുത്തി, ഓക്കെ, ഈ തെറ്റിദ്ധാരണകൾ മാറ്റി ഇവരും ഇവരുടെ ഫാമിലിയും തമ്മിലുള്ള ഇമോഷണൽ ഗ്യാപ്പ് മാറ്റാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അടുത്ത സുഹൃത്തായിരുന്നിരിക്കണം. ഓക്കെ, നിങ്ങളെ ഫാമിലിയെ പോലെ തന്നെയാണ് ഇവർ കാണുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടായ ഒരു സ്നേഹമാണ്. നിങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അവിടെ ഒരു ലവ് എൻടാങ്കിൾമെൻറ്റ് കാണുന്നില്ല. നിങ്ങളുടെ ഈ സുഹൃത്ത് മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, മാരീഡാണ്. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം അവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻ കാണുന്നില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഫാമിലി. ഓക്കെ, അവരുമായിട്ട് ഇവർക്കൊരു ചുരുക്കി പറഞ്ഞാൽ അവരുമായിട്ട് ഇവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതിന് മീഡിയേഷൻ വഹിച്ചത് നിങ്ങളാണ്. ഇവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തത്
നിങ്ങളാണ് വേറൊരു പേഴ്സണാണ് അവിടെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമുണ്ടായത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ ഇതിൽ പെട്ടിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് വിട്ടു പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ഇടപെട്ട് അത് ശരിയാക്കി. ഓക്കെ, അപ്പം ഇവരുടെ സ്പൗസും നിങ്ങളെ അവരുടെ ലൈഫിൽ ഭയങ്കര ഹൈ വാല്യൂവിലാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയതിന് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, വെരി ഹൈ വാല്യൂ ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റീഡിങ്ങിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മാത്രമായിട്ടുള്ളൊരു കണക്ഷൻ എനിക്ക് കിട്ടുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എനർജി. ഒരുപാട് നല്ലൊരു സുഹൃത്തായിരിക്കണം. ഇത് ആരുടെ എനർജിയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. Queen of Wands, 5 of Wands and 7 of Pentacles. Knight of Cups. അതായത് ഇവരുടെ ലൈഫിൽ പൈസ സംബന്ധമായിട്ട്, ഫൈനാൻസ് സംബന്ധമായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്ത് ഇവിടെ കപ്സിൻ്റെയും വോൺസിൻ്റെയും പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. വോൺസിൻ്റെ എനർജി കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവർ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലായിരുന്നു. അവരുടെ ലൈഫിൽ ആകെ കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ രീതിയിലൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ സ്ട്രെങ്ത്തും നിങ്ങൾ കൊടുത്തു, ഫൈനാൻഷ്യൽ സപ്പോർട്ടും നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങളെ ഭയങ്കര ഹൈ ലെവലിലാണ് ഇവരുടെ ലൈഫിൽ വെച്ചിരുന്നത്. നിങ്ങൾ ഔട്ട് ഓഫ് ദി വേ പോയിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കഴിവിന് മേലെ നിന്നിട്ട് നിങ്ങളിവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇവർ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടുപോയി. ഓക്കെ, ആ ഒരു സഹായം മറന്നിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആ തെറ്റ് അവരിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. തെറ്റ് മനസ്സിലാക്കി ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്ത ഇവരുടെ മനസ്സിലുണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് ആക്ഷൻ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവരുടെ ലെവൽ ഇവർ മറന്നിട്ടില്ല നിങ്ങൾ ചെയ്ത സഹായം. ഇപ്പോൾ അവർ ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഇവർ നിങ്ങളെ ആയിട്ട് തെറ്റിയിട്ട് പിരിഞ്ഞു പോയി. എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു സമയത്ത് നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് വന്നു. പക്ഷെ ആ തെറ്റ് അവരിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തിരുത്തി വരണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ക്ഷമിക്കുമോ എന്നുള്ളത് അവർക്കറിയില്ല. ഇവരുടെ പേഴ്സൺ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? എന്ത് സാഹചര്യത്തിലാണ് ഇവരെ വിട്ടിട്ട് പോയത്? ഓക്കെ, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ. അതായത് ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്നത് മൂലം ഇവർക്ക് പെട്ടെന്ന് വേറൊരാളോട് ഒരു എഫിനിറ്റി തോന്നി, ഒരു തേർഡ് പാർട്ടിയോട് എഫിനിറ്റി തോന്നിയിട്ട് ഈ സഹായം ചെയ്തത് നിങ്ങളൊരു സ്പൗസുമായിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ ഒരുപാട് സഹായിച്ചു കാണണം. പക്ഷെ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നത് മൂലം ഇവർ നിങ്ങളെ വിട്ടുപോയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഒരു റൊമാൻറ്റിക് ഇൻവോൾവ്മെൻറ്റിലായിരുന്നിരിക്കണം. നിങ്ങളിവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊരു വിവാഹം മൂലം അവരുടെ സ്പൗസ് വന്നതുകൊണ്ട് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടുപോയതായിട്ടാണ് കാണുന്നത്. അവർ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ വല്ലതും എടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കുക തന്നെ വേണം. ഇവരുടെ ലൈഫിൽ ഇവരിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ സഹായിച്ചിരുന്നു എന്നുള്ളത് അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഡിവൈൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? Will there be any next action from these people? നെക്സ്റ്റ് ആക്ഷൻ ഒന്നുമില്ല. ഇവർ ഓർത്തോണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വേറെ ഒരു നെക്സ്റ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല. ഹൗ ഡു ദേ വാല്യൂ മൈ വ്യൂവേഴ്സ്? വാട്ട് ഈസ് എ വാല്യൂ ദാറ്റ് ദേ ഹാവ് ഫോർ മൈ വ്യൂവേഴ്സ്? ഐ അണ്ടർസ്റ്റാൻഡ് ദ ഹെൽപ്പ്. വാട്ട് ഈസ് എ വാല്യൂ ദാറ്റ് ദേ ഹാവ് ഇൻ ദെയർ ലൈഫ്? ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് എന്നിവർ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതായത് ഇനിയും അവർക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇവരുടെ കൂടെ നിൽക്കുമെന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു. അതായത് ഇവരുടെ ലൈഫിലുള്ള ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങളാണ് എന്നിവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങളെ റിലയബിൾ ആയിട്ട് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇവരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നിവർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് ഒരു സഹായവും ചോദിച്ച് വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും കൂടെ നിൽക്കും എന്നിവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് ഇവർ കാണുന്നത്. സ്നേഹത്തെക്കാളധികം നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദാറ്റ്സ് ഹൗ ദേ വാല്യൂ യു. റെസ്പെക്റ്റോടെയാണ് ഇവർ നിങ്ങളെ കാണുന്നത്. അവിടെ സ്നേഹം എന്ന് ചോദിച്ചാൽ സ്നേഹം എന്ന് കാണുന്നില്ല, അഡ്മിറേഷൻ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ സ്നേഹം എന്ന് പറയാൻ അവിടെ ലവ് ആസ് എൻ എ റൊമാൻറ്റിക് റിലേഷൻ അവിടെ എനിക്ക് ആ കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അവിടെ അഫിനിറ്റി അവരുടെ ഫാമിലിക്ക് തന്നെയാണ് കാണുന്നത്. നിങ്ങളോട് റെസ്പെക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. ക്ലാരിഫൈ ദ ചാരിയറ്റ്. എംപറർ വന്നതുകൊണ്ട് അവിടെ നമുക്ക് കൂടുതലായിട്ടും ഏരീസ് മേടരാശിക്കാരെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ട്. വാൺസിൻ്റെ എനർജിയാണ് പിന്നീട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് കേട്ടോ. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ഓക്കെ, 6 of Cups, 10 of Cups ആൻഡ് ഡെത്ത്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണ് ഇവർക്ക്. ഓക്കെ, നിങ്ങൾ ഫാമിലി ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതായത് സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്, നിങ്ങളൊരു ഫാമിലിയുടെ മെമ്പേഴ്സാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെനിക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്താലേ നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആവുള്ളൂ. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ വാട്ട് ഡസ് ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് മീൻ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ ദ സ്ട്രോങ് പില്ലർ ഇൻ ദ ഫാമിലി. ഫാമിലി തന്നെയാണ് വന്നിരിക്കുന്നത്. മൂൺ ആൻഡ് 10 of Cups എന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ ഫാമിലിയിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇമോഷണൽ സ്ട്രെങ്ത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഫാമിലിയിൽ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് ഇവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഇവർ വളരെ ഇതായിട്ട് തന്നെ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെയാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. എന്ത് പ്രശ്നം അത് നിങ്ങൾ തമ്മിൽ വളരെ കാലമായിട്ടുള്ള ബന്ധമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് കൂടുതലും സാധ്യത. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ തന്നെ ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ്. ഓക്കെ, അതായത് അവർക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ അടുത്തേക്കാണ് ആദ്യം വരിക. അവർ ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവർ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഹോൾ ഫാമിലിയിൽ നിങ്ങളെയാണ് ഇവർ ഏറ്റവും ഹൈ ലെവലിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വന്നാൽ ഇവർക്കൊരു സൊല്യൂഷൻ കിട്ടും. ഇവരുടെ ഫാമിലിയിലും മൊത്തം, അത് നിങ്ങളുടെ ഫാമിലി എന്ന് തന്നെ അവിടെ പറയേണ്ടി വരും. കാരണം ഇവരും നിങ്ങൾ ഒരു ഫാമിലിയാണെന്നാണ് ഇതിൽ കാണുന്നത്. ഫാമിലിയിലുള്ള സകലരും നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് പ്രശ്നത്തിന് സൊല്യൂഷൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾ അവിടെ നിന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇവരെ ഹെൽപ്പ് ചെയ്ത് കരകയറ്റുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവരുടെ ലൈഫിൽ വെരി ഹൈ ലെവൽ ആണ് ഈ ഫാമിലി മൊത്തത്തിൽ തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങൾ വിചാരിച്ച പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ ഹോൾ ഫാമിലി നിങ്ങൾക്ക് ഭയങ്കര ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത്. അതേസമയം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ. വെരി ഹൈ ലെവലിൽ തന്നെയാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. ചിലരെങ്കിലും അവരുടെ ലൈഫിലുള്ള ഒരു ഗുഡ് ലക്കാണ് നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഗ്രൂപ്പുകാരിൽ ഡെത്തും മൂണും കൂടെ വന്നിട്ടുണ്ട്. 3 വെച്ചിട്ട് പൈസസ് മീനരാശിക്കാർ കൂടുതലായിട്ടുണ്ട്. അതേപോലെ ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ വൃശ്ചിക രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ഇത് കൂടുതലായിട്ട് ഫാമിലിക്കാരാണ്, ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. Clarify wheel of fortune. 7 of Cups, Queen of Swords and the Moon. ഇവരുടെ ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ട്, എസ്പെഷ്യലി ഐ തിങ്ക് ഇവരുടെ സ്പൗസുമായിട്ട് ഒരു പ്രശ്നത്തിലൊക്കെ പെട്ട് കിടക്കുകയാണ് ഇപ്പോഴും. അതിൽ നിന്ന് മോചനമൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ,
ഭയങ്കര ഒട്ടും ഹാപ്പി അല്ല, അവരുടെ എക്സിസ്റ്റിംഗ് ലൈഫിൽ അവർ ഒട്ടും ഹാപ്പി അല്ല. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി സ്പൗസ് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സ്പൗസ് കുറച്ച് കൺട്രോൾ ഇഷ്യൂസൊക്കെ ഉള്ള ആളാണ് ഈ കേസിൽ. ഇവരുടെ സ്പൗസ് ഓക്കെ ഭയങ്കരമായിട്ടുള്ള കൺട്രോൾ ഇഷ്യൂസൊക്കെ ഉള്ള ആളാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ പേഴ്സൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ മാരേജിൽ ഒട്ടും ഹാപ്പി ആയിട്ട് കാണുന്നില്ല കേട്ടോ. അവിടെ നിങ്ങളാണ് ഇവർക്കൊരു സപ്പോർട്ടായിട്ട്, നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ടേൺ ഉണ്ടായത് എന്നിവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇതൊരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. ക്ലാരിഫൈ ദീസ് കാർഡ്സ്. How does the person value my viewers? How does they value my viewers? അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടാണ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് ഇവർ. അതായത് ഇവർക്ക് അവരുടെ എക്സിസ്റ്റിംഗ് ലൈഫ് എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരണം, നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണം എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു രാശി പറയാറില്ല. ഇതിൽ എല്ലാ സൈൻസും തന്നെ ഉൾപ്പെട്ടിരിക്കും. മീനരാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് ഇതിൽ കാണുന്നുണ്ട്. പൈസസ് മീനരാശിക്കാർ കുറേ കൂടുതൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരണം എന്നിവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് മൂലം ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അത്രയും ഒരു വലിയ ലെവലിലാണ് അവർ നിങ്ങളെ കാണുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയുടെ അടുത്ത് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. Clarify. 8 of Wands. Please clarify. 8 of Wands. Please clarify. 8 of Wands. Okay, 9 of Pentacles, 3 of Swords and the Chariot. Okay. അതായത് ഇവർക്ക് ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് വന്നിട്ട് ഇവർ ഇരുന്ന സമയത്ത് ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു എക്സ് അവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ ഒരു ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു ലവ് ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്ന സമയത്ത് ഇവരാകെ തകർന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരുടെ ലൈഫിൽ ഏറ്റവും മോട്ടിവേഷനുമായിട്ട് വന്നത് നിങ്ങളാണ്. നിങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിച്ച് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇവർ ആ ഒരു ഹീലിങ്ങിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചത് കേട്ടോ. ഈവൻ നിങ്ങൾ ഇവരുടെ ഒരു കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം കേട്ടോ. നിങ്ങളൊരു കൗൺസിലർ ആയിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം. അതേപോലെ കാരണം ഒരു യൂണിഫോംഡ് ജോബ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞത്. ഡോക്ടേഴ്സിനും എല്ലാം യൂണിഫോം ഉണ്ടല്ലോ, കൗൺസിലേഴ്സ് അങ്ങനെ ഒക്കെ കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാരാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഒരു ഹീലർ ആയിരിക്കാം. ഓക്കെ, അതുപോലെ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അവിടെ ഒരു അല്ലെങ്കിൽ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാൻ, ആ സെൽഫ് ലവ് സെൽഫ് കോൺഫിഡൻസിലേക്കൊക്കെ എത്താൻ നിങ്ങളാണ് അവരുടെ കൂടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്നത്. നിങ്ങളായിട്ട് ഇവർ ഇൻട്രാക്ഷൻ ഉണ്ട് റെഗുലർലി. ഓക്കെ, ഇപ്പോഴും ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ അവരുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പില്ലർ ഓഫ് സപ്പോർട്ടായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർ നിങ്ങളുടെ അടുത്ത് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ കർക്കിടക രാശിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. പിന്നെ പെൻറ്റക്കിൾസിൻ്റെയും സോർട്സിൻ്റെയും വോൺസിൻ്റെയും എനർജിയും കുറേശ്ശെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും സപ്പോർട്ട്. നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ക്ലാരിഫൈ ദ സൺ. ക്ലാരിഫൈ ദ സൺ. പേജ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, 9 ഓഫ് കപ്സ്, ദി എംപ്രസ്. ഓക്കെ, എംപ്രസ് വന്നപ്പോൾ തന്നെ എംപ്രസും സണ്ണും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഏത് ലെവലാണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ, വെരി ഹൈ ലെവൽ.
അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എംപ്രസ് വെച്ചിട്ട് ടോറസ് രാശി, ഋഷഭ രാശിക്കാരാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ചിങ്ങ രാശിയുണ്ട്, ലിയോ ഒരുപാട് കൂടുതലായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതി ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. വെരി ഹൈ ലെവൽ ഓഫ് റെസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ കൊടുക്കുന്ന കെയർ, നിങ്ങളെ കാണാനും വളരെ നല്ലൊരാളായിരിക്കണം. അതുകൊണ്ട് എല്ലാ ലെവലിലും നിങ്ങളായിട്ട് അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ ഒരു മദർലി കെയർ ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ ഇവരോട് മാത്രമല്ല മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയൊക്കെ ഇവർക്ക് ഹൈലി ഇമ്പ്രസീവായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ വീട്ടിൽ എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ ഇവർക്ക് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ നിങ്ങളൊരു മദറാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ നോക്കുന്ന രീതിയൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇവർ നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്നുള്ളത് അവിടെ വിഷയമല്ല. ദിസ് പേഴ്സൺ ഈസ് അട്രാക്റ്റഡ് ടു യു. ഓക്കെ, പിന്നെ നിങ്ങളെപ്പറ്റി തന്നെയാണ് കണ്ടിന്യൂസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഇവർക്ക് കിട്ടിയാൽ അത് ഇവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഇവരുടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് കോൺസ്റ്റൻ്റ്ലി ഇവർ മനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് DP അതുപോലെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് ആണ്. ഇതാണായാലും പെണ്ണായാലും ആ ലെവലിൽ ആണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു പില്ലർ ഓഫ് സപ്പോർട്ടാണ്. നിങ്ങളുടെ അടുത്ത് ഇവർക്ക് എന്ത് പ്രശ്നവും തുറന്ന് പറയാം. നിങ്ങളത് എടുക്കേണ്ട രീതിയിലെടുത്ത് ഇവരെ സഹായിക്കും. നിങ്ങളൊരു വൈഫ് മെറ്റീരിയലാണ്, ഹസ്ബൻഡ് മെറ്റീരിയലാണ് എന്നിവർ കരുതുന്നു. ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണെന്ന് ഇവർ കരുതുന്നുണ്ട്. ഈ ഹൈ ലെവലിലാണ് ഇവർ വെച്ചിരിക്കുന്നത് നിങ്ങളെ. ടോറസ് രാശിയും ലിയോ രാശിയുമാണ്. ഋഷഭം പറയുമ്പോൾ ഇടവമാണ്. അതേപോലെ ചിങ്ങ രാശിയും ഏറ്റവും കൂടുതലായിട്ട് അതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കണക്റ്റ് ആയിരിക്കുന്ന കപ്സും സ്പോട്സും ആണ്. അത് കുറച്ചേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഏത് ലെവലിലാണ് അവരുടെ ലൈഫിൽ കാണുന്നത് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി എന്നിവിടെ എടുത്താൽ മതി. കാരണം ഇവിടെ കുറേ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എനർജി അല്ലേ. ആരും മോശപ്പെട്ട രീതിയിലൊന്നും അല്ല നിങ്ങളെ അവരുടെ ലൈഫിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുന്നവരെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ. കാരണം നമുക്ക് വ്യൂവർ ബോർഡിൽ നമുക്കൊരു ലീഡർഷിപ്പ് കിട്ടും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട്. വീക്ക്ലി ത്രൈസ് എങ്ങാണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തേക്കൂ കേട്ടോ. വളരെ ഹെൽപ്ഫുള്ളാണ്. അത് വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ട്. ഇന്നലെ മിസ്സായവർ ഇന്ന് കയറാൻ നോക്കൂ. ഓക്കെ, ഞാൻ കഴിയുന്നതും ഇന്നലെ കണക്റ്റ് ആവാത്തവർക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കും. ഓക്കെ, കാരണം ഇന്നലെ നമ്മൾ കുറേ പേരുടെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേരുകൾ ഒരുവിധം ഓർമ്മയുണ്ട്. അപ്പോൾ അതല്ലാതെ പുതിയതായിട്ട് ആരെങ്കിലും കണക്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കും. മറ്റുള്ളവരൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ വൈകിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.